ഇന്ന് ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ വെളിച്ചത്തിനു പിന്നിൽ ഒരു കാലത്ത് കഠിനമായ ഇരുട്ടും വിയർപ്പിന്റെ ഗന്ധവുമുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആഡംബരങ്ങൾ വെറുതെ ഉണ്ടായതല്ല. തളർന്നുപോയ ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണിത്. മുത്തുകൾ തേടി കടലിന്റെ ആഴങ്ങളിലേക്ക് പോയ അപ്പൂപ്പന്മാരുടെയും മണൽക്കാട്ടിൽ വെയിലുകൊണ്ട് തളർന്ന ഉമ്മമാരുടെയും കനവുകളാണ് ഇന്നത്തെ ഈ ദുബായ്. ആ വികാരനിർഭരമായ യാത്രയിലേക്ക് നമുക്കൊന്നു പോകാം. ആൻഡ് വെൽക്കം ടു യൂണിവേഴ്സൽ ടോക്സ്. കുറച്ച് പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്കൊന്ന് കണ്ണോടിക്കൂ. ഇവിടെ AC മുറികളില്ല, ടാറിട്ട റോഡുകളില്ല. അന്നത്തെ മനുഷ്യർക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ കടലും മണലും മാത്രമായിരുന്നു. പട്ടിണി മാറ്റാൻ മാസങ്ങളോളം കടലിന്റെ ആഴങ്ങളിൽ ശ്വാസമടക്കിപ്പിടിച്ച് അവർ മുത്തുകൾ തിരഞ്ഞു. എത്രയോ പേർ തിരിച്ചുവന്നില്ല. മുത്തുവ്യവസായം തകർന്നപ്പോൾ ആ പാവം മനുഷ്യരനുഭവിച്ച സങ്കടമൊന്നാലോചിച്ചു നോക്കൂ. ജീവിതം വഴിമുട്ടിപ്പോയ ആ നിമിഷങ്ങളിൽ നിന്നാണ് ദുബായ് എന്ന സ്വപ്നം മുളപൊട്ടിയത്. ആ വലിയ സങ്കടങ്ങൾക്കിടയിലാണ് ഒരു പിതാവിനെപ്പോലെ ഷെയ്ഖ് റാഷിദ് ബിൻ സയീദ് അൽ മക്തൂം കടന്നുവരുന്നത്. വെറുമൊരു ഭരണാധികാരിയല്ല, തന്റെ ജനത പട്ടിണി കിടക്കരുത് എന്നാഗ്രഹിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്റെ പിതാവ് ഒട്ടകപ്പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഞാനും അങ്ങനെ തന്നെ. പക്ഷേ എന്റെ മകൻ കാറിൽ സഞ്ചരിക്കണം, അവന്റെ മകൻ വിമാനത്തിൽ പറക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാശി. ആ വാശിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മഹാനഗരം. അബുദാബിയിലെ ഷേഖ് സായിദും ദുബായിലെ ഷെയ്ഖ് റാഷിദും മണലിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച ആ നിമിഷമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ജനനം. അവർ പങ്കുവച്ചത് വെറും അധികാരമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ ഭാവിയായിരുന്നു. ആ കൂട്ടുകെട്ടിന്റെ കരുത്തിലാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഓരോ കെട്ടിടവും പടുത്തുയർത്തപ്പെട്ടത്. എണ്ണ പണം കരുന്നതിനു മുൻപേ അവർക്ക് പരസ്പരമുള്ള വിശ്വാസമായിരുന്നു വലിയ സമ്പാദ്യം. ഒരു മരുഭൂമിയിൽ പൂന്തോട്ടമുണ്ടാക്കാമെന്ന് ലോകത്തോടവർ വിളിച്ചു പറഞ്ഞു. കടലിൽ മണൽ കൊണ്ട് ദ്വീപുകളുണ്ടാക്കി. കുടിനീരിനായി കടലിനെ ശുദ്ധീകരിച്ചു. ഇന്നിവിടെ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള മനുഷ്യർ ഒന്നിച്ചു ജീവിക്കുന്നു. ഇതിനെ വെറുമൊരു രാജ്യമെന്ന് വിളിക്കാനാവില്ല. ഇതൊരു പ്രതീക്ഷയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം നേടിയെടുക്കാമെന്ന വലിയ പാഠം. പക്ഷേ ഈ വിസ്മയങ്ങൾക്കെല്ലാം അപ്പുറം ദുബായ് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അത് കേവലം കെട്ടിടങ്ങളുടെ ഉയരമല്ല, മറിച്ച് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ ഉയരമാണ്. പലരും കരുതിയിരുന്നത് എണ്ണയുടെ കരുത്തിലാണ് ദുബായ് വളർന്നതെന്നാണ്. എന്നാൽ സത്യമതല്ല. എണ്ണ തീർന്നു പോകുന്ന കാലത്തെക്കുറിച്ച് ഭയപ്പെടുന്നതിനു പകരം എണ്ണയില്ലാത്ത ദുബായിയെക്കുറിച്ച് സ്വപ്നം കണ്ട ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യമാണ് ഇതിന്റെ പിന്നിൽ. ഇന്ന് ദുബായിയുടെ വരുമാനത്തിൽ 1% താഴെ മാത്രമാണ് എണ്ണയുടെ വിഹിതം. ബാക്കിയെല്ലാം ടൂറിസവും വ്യാപാരവുമാണ്. ഇന്ന് ചൊവ്വയിലേക്ക് ഹോപ്പ് പ്രോബ് അയച്ചുകൊണ്ട് ആകാശം കീഴടക്കുമ്പോഴും അവർ കടന്നുവന്ന മണൽപാതകളെ അവർ മറന്നിട്ടില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് അന്നവും തണലും നൽകുന്ന ഈ മണ്ണ് ഇന്നൊരു ആഗോള കുടുംബമാണ്. അസാധ്യമായതൊന്നുമില്ലെന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഈ മരുഭൂമിയിലെ ഓരോ മണൽത്തരിക്കും പറയാനുള്ളത് ഒന്നുമാത്രം: നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അതെത്തിപ്പിടിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. സുഹൃത്തുക്കളെ, ദുബായ് കാണുമ്പോൾ നിങ്ങളിനി കാണേണ്ടത് ആ കെട്ടിടങ്ങളെയല്ല, അതിന് പിന്നിലെ മനുഷ്യരുടെ കഠിനാധ്വാനത്തെയാണ്. മണലിൽ കനവുകൾ വിരിച്ച ആ വലിയ മനുഷ്യരെയാണ്. നമ്മുടെ ജീവിതത്തിലും തളർന്നുപോകുന്ന നിമിഷങ്ങളിൽ ഈ മണൽക്കാടിന്റെ കഥ നിങ്ങൾക്ക് കരുത്താകട്ടെ. ഈ യാത്ര നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് താഴെ കമന്റ് ചെയ്യൂ. യൂണിവേഴ്സൽ ടോക്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സ്നേഹത്തോടെ വീണ്ടും കാണാം.